എവരിവൺ, നമുക്കിന്ന് ടൂണ കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ? ഈ എബ്രോഡ് താമസിക്കുന്നവർക്ക് ഉണക്കമീൻ വീട്ടിൽ വറുക്കുന്നത് അധികം അങ്ങോട്ട് പോസിബിൾ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല മണമായിരിക്കും. രണ്ടാമത് ഫയർ അലാമിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അധികം അങ്ങോട്ടത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ഉണക്കമീൻ്റെ അതേ രുചിയിൽ ടൂണ കൊണ്ട് നമുക്കിന്നൊരു ചമ്മന്തി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3 ടിൻ ടൂണയാട്ടോ എടുത്തേക്കുന്നത്. അടുപ്പ് ഓണാക്കി പാൻ വെച്ചു. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ടൂണ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ടൂണയിലെ വെള്ളം കംപ്ലീറ്റ്ലി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് പാനിലേക്ക് ആഡ് ചെയ്യുന്നത്. ടൂണ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് മാറും. അതുപോലെ തന്നെ ടൂണ നല്ല ക്രിസ്പി ആവുകയും ചെയ്യും. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം. ടൂണ ഇപ്പോൾ ഓൾമോസ്റ്റ് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ പകുതി പ്രോസസ്സിങ് ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ആഡ് ചെയ്യാം. അതിനായി ഞാൻ ഈ സെയിം പാൻ തന്നെയാണ് വീണ്ടും അടുപ്പിലോട്ട് വെച്ചേക്കുന്നത്. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കുഞ്ഞുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി ഞാൻ അതേ പാനിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുവാണ്. ഈ ചെറിയുള്ളി എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. 2-3 മിനിറ്റിന് ശേഷം നമ്മുടെ ചെറിയുള്ളി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിൻ്റെ ചൂട് ഒന്ന് അല്പം കുറച്ച് വെക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് ഒന്ന് റോസ്റ്റായി ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1.5 പിടി തേങ്ങ കൂടി ആഡ് ചെയ്യുക. തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ലതുപോലെ വഴറ്റി ഈ തേങ്ങയുടെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ടൂണ കൂടി ആഡ് ചെയ്യാം. ടൂണ നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം പൊടികൾ ഓരോന്നായി ചേർക്കാം. അതിനായി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ 2 പൊടികൾ മാത്രമാണ് നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ വഴറ്റുക. ഈ സമയം തീ ഒരല്പം കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽ മുളക്, ഇതൊരു ഭംഗിക്കും അതുപോലെ തന്നെ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് നമുക്ക് 2 വറ്റൽ മുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. കാരണം നമ്മൾ ടൂണ ഒന്ന് റോസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് ഇതിലൊരു അല്പം ഉപ്പ് ചേർത്തത്. ഈ സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമായി വരികയാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുക. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഈ ചമ്മന്തി ഉണ്ടല്ലോ, ഇതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ നല്ല ചൂടുള്ള കുത്തരി ചോറാണ്. ആ ചോറും ഈ ചമ്മന്തിയും ഇതിൻ്റെ പുറത്ത് ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചങ്ങോട്ട് കഴിക്കുക. നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി ഇതൊരു സെർവിങ് ബോളിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എബ്രോഡ് താമസിക്കുന്നവർക്ക് എന്നാൽ ഉണക്കമീനോ അല്ലെങ്കിൽ അതിൻ്റെ ചമ്മന്തിയൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം മണമൊന്നുമില്ല, എന്നാൽ അതേ ടേസ്റ്റ് തന്നെ ഇതിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടമാകുവാണെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് പറയണേ. ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബായ്.